സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. മാനവരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ സ്വർഗീയ വിരുന്നാണ് ദിവ്യകാരുണ്യം. യോഗ്യതയോടുകൂടി ഈ വിരുന്നിൽ പങ്കാളികളാകുന്ന സകലരും നിത്യജീവന് അവകാശികളായിത്തീരുന്നു. ഈശോ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതെ, ദിവ്യകാരുണ്യം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമൃദ്ധമായ ദൈവിക ജീവനാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, നിങ്ങൾ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. അപ്പോൾ ഈശോ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് മനസ്സിലാകും. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. ഇപ്പോഴും അവിടുന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അപ്പോൾ വ്യക്തമാകും. ദൈവസ്നേഹത്തിൻ്റെ ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമാണ് ദിവ്യകാരുണ്യം. മനുഷ്യരൂപം സ്വീകരിച്ച് മണ്ണിലിറങ്ങിയ ദൈവപുത്രന്റെ സുവിശേഷ സന്ദേശത്തിൻ്റെ ആകെ തുകയാണ് അത്. മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ ദൈവിക പദ്ധതി സംവിധാനം ചെയ്ത ഈ മഹാരഹസ്യത്തിലൂടെ മനുഷ്യമക്കൾക്ക് വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്യുന്നു. ആ ദൈവിക സ്നേഹപാരമ്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ തീരുമാനമെടുക്കുന്ന ഓരോരുത്തരെയും ദിവ്യകാരുണ്യനാഥൻ തന്നോട് ചേർത്തു നിർത്തുന്നു. അപ്പനാണെങ്കിലും വളരെ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നതാണ്, അമ്മയാണെങ്കിലും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നതാണ്. ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നതിൻ്റെ സാഹചര്യമായിട്ട് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് വളർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നതും കുർബാന സംബന്ധിക്കുന്നതും കുർബാനകളുടെ എണ്ണം അന്ന് ആദ്യമൊക്കെ ഒരു കുർബാന കാണുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളർന്ന് അല്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ നമ്മുടെ പഴയ സാഹചര്യം പോലെ തന്നെ ആഴ്ചയിൽ 4 ദിവസം വ്യാഴാഴ്ച കുമ്പസാരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴം, വെള്ളി, ശനി, ഞായർ കുർബാന സ്വീകരിക്കുക, വീണ്ടും അടുത്ത ആഴ്ചയിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നൊരു സ്വഭാവം ഉണ്ടായി കഴിഞ്ഞിട്ട് എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആ സമയത്ത് ജോർജ് കോട്ടയ്ക്കൽ ആയിരുന്നു അങ്കമാലിക്കാരൻ, അച്ഛനായിരുന്നു ഇവിടുത്തെ വികാരി. അദ്ദേഹം 82 ഇവിടെ വന്നു. 82 വന്ന കാലസ്ഥിതിക്ക് അച്ഛൻ എന്നെ നേരത്തെ അറിയാവുന്നത് PCLC ആയിട്ടും അതുപോലെ തന്നെ സൊഡാലിറ്റി ആയിട്ടും മിഷൻ ലീഗായിട്ടും പിന്നെ വേദോപദേശങ്ങളായിട്ടൊക്കെ വരുമ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇടവകാരി എന്നുള്ള നിലയ്ക്ക് എല്ലാ ദിവസവും കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കാൻ മേലെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് 82 മുതലാണ് ഞാൻ ആ ഒരു പ്രക്രിയയിലോട്ട് കുർബാന സ്വീകരണം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ മാറ്റിയത്. അങ്ങനെ 82 മുതൽ നാളിതുവരെ കുർബാന സ്വീകരണത്തിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ കുർബാനയ്ക്ക് ഞാൻ മുടക്കങ്ങൾ വരുത്താറില്ല. പിന്നെ കുറച്ചും കൂടി എൻ്റെ ഞാൻ അതിൻ്റെ ഇടയിൽ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വരെ ആയിട്ടുണ്ട്. ഇപ്പോഴും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ ആലുവ AC മേഖലയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞായറാഴ്ചകളിൽ മിക്കവാറും ഈ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനം കാലത്തെ ഇറങ്ങി തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലെത്തുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ വേദനയും യാതനയിലൊക്കെ ഒത്തിരി പങ്കുകൊള്ളാനുള്ള അവസ്ഥയും അവരോട് കൂടി ആയിരിക്കാനും അവരുടെ ചാണം വഴിയ തറയാണെങ്കിൽ അവിടെ ഇരുന്ന് കുറേ അവരോട് ഷെയർ ചെയ്യുന്നൊരു സ്വഭാവമൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നീട് തോന്നി കുർബാനയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ കുർബാനയുടെ 1, 2, 3, 4 കുർബാന വരെ ഞാനൊരു ദിവസം കാണുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട് ഞായറാഴ്ചകളിൽ. ഇട ദിവസങ്ങളിൽ അതില്ല. കുർബാന സ്വീകരണം ഇതിൻ്റെ ഭാഗമായിട്ട് കുർബാനയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്തൊരു മുഷിച്ചിലൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല.
കുർബാന പാട്ട് കുർബാനയായാലും ഒറ്റ കുർബാനയാണെങ്കിലും അതിൽ സംബന്ധിച്ച് നമ്മുടെ ശക്തിയും നമ്മുടെ സ്രോതസ്സും നമ്മുടെ മനസ്സും അവിടെ ഉൾക്കൊള്ളിച്ച് വരുത്തുമ്പോൾ കാലത്തെ ഈ കുർബാനയ്ക്ക് പോകുന്നൊരു പ്രക്രിയ എനിക്കുള്ളത് കൊണ്ട് എൻ്റെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സകല കാര്യങ്ങളും കാലത്തെ അവിടെ പറഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. വിശുദ്ധ ഡാമിയൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തേജക ശക്തിയാണ് വിശുദ്ധ കുർബാന. ഭൗമികമായ സുഖമോഹങ്ങൾ ത്യജിക്കുവാൻ എനിക്കെന്നതുപോലെ നിങ്ങൾക്കും ദിവ്യകാരുണ്യം ശക്തി പകരും. ഭൗതിക ജീവിത വ്യഗ്രതകളെ അതിജീവിച്ച് ദൈവോന്മുഖരായി ജീവിക്കുവാൻ മനുഷ്യാത്മാക്കൾക്ക് ശക്തി പകരുന്ന ദിവ്യഭോജ്യമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ തീരുമാനമെടുക്കുമ്പോൾ സുവിശേഷ സന്ദേശങ്ങൾക്ക് അനുസൃതമായ ജീവിതപാതയാണ് നാം തിരഞ്ഞെടുക്കുന്നത്. അതുവഴി ഈശോ പഠിപ്പിച്ച നിസ്വാർത്ഥ സ്നേഹവും കരുണയും ലോകത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് കഴിയുന്നു. ആരാധനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അന്നത്തെ ദിവസത്തെ മൊത്തം കാര്യങ്ങൾ സമർപ്പിച്ച് അവിടെ ഇരുന്ന് കുറച്ച് വീടിന് വേണ്ടിയും നാട്ടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അത് ഇന്നതെന്നില്ല. എനിക്ക് അപ്പം തോന്നുന്നു ആരൊക്കെയായിട്ട് ഇടപഴകുന്നു. ഞാനിപ്പോൾ പ്രൊഫഷൻ എൻ്റെ അഡ്വക്കേറ്റാണ് ഞാൻ. അപ്പോൾ അതനുസരിച്ച് കുറേ ക്ലയൻസിനെ കാണാറുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടാവുമെന്ന് ഇതൊക്കെ അവിടെ പറഞ്ഞിട്ട് പോരുമ്പോൾ എനിക്ക് ആ കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലും തടസ്സങ്ങളില്ലാതെ നിർബാധം കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യ അനുഭവത്തിൽ കുർബാനയും കുർബാന സ്വീകരണവും ആരാധനയും എനിക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതനുസരിച്ച് ഞാൻ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഉൾക്കാഴ്ചയും അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ളൊരു അനുഗ്രഹവും എനിക്ക് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കും. അവർക്ക് മറ്റുള്ളവന് എന്തെങ്കിലും റിലീഫ് അന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി. എനിക്ക് കുർബാന എന്ന് പറയുന്നത് അതൊരു നിർവൃതിയാണ്, അതൊരു ഉൾക്കാഴ്ചയുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ കാണണം, പെരുമാറണം, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ എങ്ങനെ പങ്കുകൊള്ളണമെന്ന് എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. സെൽഡം ഐ യൂസസ് ബസ്. മിക്കവാറും എറണാകുളത്തേക്ക് പോകുന്നത് ട്രെയിനിൽ തന്നെയാണ്. ട്രെയിനിൽ തൊട്ടടുത്തിരിക്കുന്ന ആരായാലും, ബസ്സിലാണെങ്കിൽ അങ്ങനെ തന്നെ അടുത്തിരിക്കുന്ന ആളോട് എവിടെ പോകണം, എന്തിനു പോകണമെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒക്കെ അവരുടെ അവർ തുറക്കാൻ സാധിക്കും. നമ്മൾ അവരുടെ ഒരാളാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഐഡൻറ്റിറ്റി പറയാറില്ല. അവിടെ എത്തുന്നവരെ അയാളോട് സംസാരിക്കും. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തീർത്തു കൊടുക്കുകയും ചെയ്യും. കൗൺസിലിംഗ് നടത്തുമെന്നല്ല, പക്ഷേ ഐ ക്യാൻ ഫീൽ ദാറ്റ് ദേ ഫീൽ എ കൗൺസിലിംഗ് ഫ്രം മൈ ടോക്ക്. അതിൻ്റെ റിലീഫ് അവർക്ക് കിട്ടാറുണ്ട്. ഇതിങ്ങനെ ദിവസവും നടക്കുന്നത്. ഐ വാണ്ട് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് എ ന്യൂ പേഴ്സൺ ഓൺ വൺ ഡേ. ദാറ്റ് ഈസ് മൈ ഹാബിറ്റ്. അതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ കൂടി അങ്ങനെ പോകുമ്പോൾ ദാറ്റ് വിൽ ബി ബൂസ്റ്റിംഗ് ഫോർ മീ ഫോർ മൈ കരിയർ ഓൺ ദ ഡേ. അങ്ങനെ ഒരു സംസാരത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു സംഗതി. അതേ ദിവ്യകാരുണ്യത്തിൽ നിന്നും കുർബാനയിൽ നിന്നും ആരാധനയിൽ നിന്നും കൊള്ളുന്ന ഉൾക്കാഴ്ചയുടെ വേറൊരു പകർപ്പും അതിൻ്റെ ഒരു വ്യത്യാസമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വിശുദ്ധ മാക്സ്മില്യൻ കോൾബെ പറയുന്നു, ഈശോയുടെ വാഗ്ദാനം ഇപ്രകാരമാണ്: ദിവ്യഭോജ്യമായ എന്നെ ഉൾക്കൊള്ളുന്നതിലൂടെ നിങ്ങൾ എന്നോട് ഒന്നായി തീരുക. അപ്പോൾ നിങ്ങളുടെ സിരകളിലൂടെ ഓടുന്ന എൻ്റെ രക്തവും ദൈവിക ഭാവമാർജിക്കുന്ന നിങ്ങളുടെ ആത്മാവും ജീവിതത്തിൽ ആവശ്യമായ ധൈര്യവും ഉറച്ച പിന്തുണയും നിങ്ങൾക്ക് നൽകും. എന്തൊരത്ഭുതം! ഇത്തരത്തിൽ സങ്കൽപ്പിക്കുവാൻ പോലും മറ്റാർക്ക് കഴിയും? ഒരു നിമിഷം ധ്യാനിക്കാം. എനിക്ക് നിത്യജീവൻ പകർന്നു നൽകുവാനായി ഭൂവിലിറങ്ങിയ മനുഷ്യപുത്രൻ അപ്പമായി എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്നേഹപാരമ്യത്തെ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദിവ്യകാരുണ്യ ഈശോയോടുകൂടെ ഒന്നായി തീർന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?
ദിവ്യകാരുണ്യനാഥൻ്റെ സുവിശേഷ സന്ദേശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗയാത്ര ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ള ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം, നാഥാരാധന നാഥാരാധന. ആരാധന
ചേർത്തിടുന്ന അമ്മ നീ. തൂവെള്ള ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ള ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം. നാഥാരാധന, നാഥാരാധന, പാടാമാരാധന, നിത്യം ആരാധന. നാഥാരാധന, നാഥാരാധന, പാടാമാരാധന, നിത്യം ആരാധന. മനുഷ്യരക്ഷയ്ക്കായി മണ്ണിലിറങ്ങിയ ദൈവപുത്രൻ കാൽവരിയിലെ ജീവാർപ്പണത്തിലൂടെ സ്ഥാപിച്ച തൻ്റെ സ്നേഹത്തിൻ്റെ നിത്യസ്മാരകമാണ് വിശുദ്ധ കുർബാന. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോനാഥൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ സാക്ഷ്യമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട മഹായാഗത്തിൻ്റെ നേർക്കാഴ്ചയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇരുളടഞ്ഞ ഒരു തടങ്കൽ പാളയത്തിൽ തൻ്റെ സ്നേഹിതനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ ഒരു വൈദികൻ താൻ ജീവിതത്തിൽ അന്നോളം പ്രതിനിധീകരിച്ച ക്രിസ്തുവിനോട് തൻ്റെ മരണത്തിലും സമരസപ്പെടുവാൻ തീരുമാനിക്കുകയായിരുന്നു. അനേകായിരം തവണ താൻ കരങ്ങളിലുയർത്തിയ ദിവ്യകാരുണ്യത്തോട് സ്വയം താതാത്മ്യപ്പെടുവാൻ തീരുമാനമെടുത്ത അദ്ദേഹം പിൽക്കാലത്ത് വിശുദ്ധനായിത്തീർന്നു. അക്ഷരാർത്ഥത്തിൽ സഹോദരന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വജീവൻ ബലി കഴിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷാകര സന്ദേശത്തിന് സ്വന്തം രക്തം കൊണ്ട് കയ്യൊപ്പ് ചാർത്തിയ ആ വന്യവൈദികനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നുവെങ്കിലും ഇരുണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉൾക്കൊള്ളുവാൻ വൈമനസ്യം നേരിടുന്ന ദൈവപുത്രന്റെ ജീവിത സന്ദേശം തന്നെയായ വിശുദ്ധ കുർബാനയുടെ ആന്തരികാർത്ഥം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ചങ്കൂറ്റത്തോടെ തീരുമാനം കൈക്കൊണ്ട ആ വിശുദ്ധൻ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഏവർക്കും പ്രചോദനം പകരുന്നു. പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ ഡൂൺസ്കാവോളയിൽ നെയ്ത്ത് ജീവിതമാർഗമായി സ്വീകരിച്ചിരുന്ന കോൾബെ കുടുംബത്തിൽ ജൂലിയസിൻ്റെയും ഭാര്യ മരിയന്നയുടെയും രണ്ടാമത്തെ പുത്രനായി 1894 ജനുവരി 8 മാക്സിമില്യൻ ജനിച്ചത്. സഭാവസ്ത്രം സ്വീകരിക്കുന്നതിനു മുൻപ് റെയ്മണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിൽക്കാലത്ത് വൈദികനായപ്പോഴും ആ ജീവിതത്തിലെ എടുത്തു പറയത്തക്കതായ ഒരു സവിശേഷത പരിശുദ്ധ അമ്മയോടുള്ള അടിയുറച്ച ഭക്തിയായിരുന്നു. ജീവിതകാലം മുഴുവനും അദ്ദേഹം തൻ്റെ സമയം ഏറ്റവുമധികം ചെലവഴിച്ചത് മരിയഭക്തി പ്രചരിപ്പിക്കുന്നതിനും അതുവഴി ആത്മാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിനുമായിരുന്നു. മാതാവിനോട് കോൾബെ കുടുംബത്തിനു മുഴുവൻ
പ്രത്യേകമായ ഭക്തിയാണ് ഉണ്ടായിരുന്നത്. കൊച്ചു റെയ്മണ്ടും മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ വന്നു നിന്ന് പതിവായി പ്രാർത്ഥിക്കുവാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. ബാല്യത്തിൽ ഒരിക്കൽ റെയ്മണ്ടിന് പരിശുദ്ധയമ്മയുടെ ദർശനമുണ്ടായി. കയ്യിൽ ചുവപ്പും വെളുപ്പും നിറമുള്ള 2 കിരീടങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മ അവയിലേതാണ് വേണ്ടതെന്ന് അവനോട് ചോദിച്ചു. ചുവപ്പ് കിരീടം രക്തസാക്ഷിത്വവും വെളുപ്പ് വിശുദ്ധിയുമാണ് അർത്ഥമാക്കിയിരുന്നത്. രണ്ടും തനിക്കു വേണമെന്നതായിരുന്നു റെയ്മണ്ടിന്റെ മറുപടി. റെയ്മണ്ടിന് 13 വയസ്സു പ്രായമുള്ളപ്പോൾ അവന്റെ ഇടവകയിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഒരു ധ്യാനം നടത്തുകയുണ്ടായി. ധ്യാനത്തിൽ പങ്കെടുത്ത അവനും ജ്യേഷ്ഠനും ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുവാൻ ആഗ്രഹമുദിച്ചു. തുടർന്ന് മാതാപിതാക്കളുടെ കൂടി അനുവാദത്തോടെ സഭാധികാരികളെ സമീപിച്ച അവർക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ആശ്രമത്തോട് ചേർന്നുള്ള കോളേജിൽ പഠിക്കുവാനും ശേഷം സഭയിൽ ചേരുവാനും നിർദ്ദേശം ലഭിച്ചു. പിന്നീട് 1910 റെയ്മണ്ട് സഭാവസ്ത്രം സ്വീകരിക്കുകയും മാക്സിമില്യൻ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. സഹോദരൻ ഫ്രാൻസിസ് അൽഫോൻസ് എന്ന പേരാണ് സ്വീകരിച്ചത്. പഠിക്കുവാൻ സമർത്ഥനായിരുന്നതിനാൽ സഭാധികാരികൾ മാക്സിമില്യനെ റോമിൽ അയച്ച് പഠിപ്പിച്ചു. 1915 കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഡോക്ടറേറ്റ് നേടി. ശാസ്ത്രകുതുകിയായിരുന്ന അദ്ദേഹം ആ രംഗത്തും ഏറെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ചലച്ചിത്രത്തിലൂടെയും അച്ചടിയിലൂടെയും സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അക്കാലത്ത് തന്നെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. റോമിലെ അദ്ദേഹത്തിന്റെ പഠനകാലം ഇത്തരത്തിൽ ഏറെ കർമ്മനിരതമായിരുന്നു. അക്കാലത്ത് 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. പോളണ്ടിന്റെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധമുഖത്തെത്തിയ അദ്ദേഹത്തിന്റെ പിതാവ് റഷ്യൻ സൈനികരാൽ വധിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ തന്നെ അമ്മ മരിയന്ന ബെനഡിക്റ്റൻ സന്യാസിനി സമൂഹത്തിന്റെ 3-ാം സഭയിൽ അംഗമായി തീർന്നു. 1917 മാക്സിമില്യൻ ക്ഷയരോഗബാധിതനായി തീർന്നു. ആ കാലം മുതൽ ജീവിതാന്ത്യം വരെയും പലപ്പോഴും അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. 1917 പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി അമലോത്ഭവ സൈന്യം എന്ന സംഘടനയ്ക്കും തുടക്കം കുറിച്ചു. 1918 ഏപ്രിൽ 21 റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചതിനു ശേഷവും അമലോത്ഭവ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏറെ മുന്നേറി. 1922 ഫാദർ മാക്സിമില്യൻ ആരംഭിച്ച അമലോത്ഭവ പടയാളി എന്ന മാസിക പിൽക്കാലത്ത് വലിയ പ്രചാരം നേടി. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് 10,000-കണക്കിന് കോപ്പികൾ പ്രതിമാസം വിതരണം ചെയ്യപ്പെട്ട ആ മാസികയ്ക്കായി അദ്ദേഹം സ്വന്തമായി ഒരു പ്രസ്സും തുടങ്ങുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ നിന്ന് അല്പം ദൂരെ അദ്ദേഹം ഒരു അമലോത്ഭവ നഗരം സ്ഥാപിക്കുകയുണ്ടായി. 1927 ഔദ്യോഗികമായി ആശീർവദിക്കപ്പെട്ട അവിടെയായിരുന്നു പിന്നീട് ഫാദർ മാക്സിമില്യന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. 1929 കഴിഞ്ഞപ്പോഴേക്കും 100-ൽ പരം സന്യാസികൾ അവിടെയുണ്ടായിരുന്നു. ഫാദർ കോൾബെയായിരുന്നു സുപ്പീരിയർ. 1930 സഹോദരൻ ഫാദർ അൽഫോൻസിനെ ആശ്രമത്തിന്റെ ചുമതലയേൽപ്പിച്ച് മാക്സിമില്യൻ തന്റെ പ്രേക്ഷിത യാത്രകൾ ആരംഭിച്ചു. ആദ്യം ചൈനയിലും പിന്നീട് ജപ്പാനിലും തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ചെന്നെത്തിയ അദ്ദേഹം നാഗസാക്കി കേന്ദ്രീകരിച്ച് ഏറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അവിടെ നിന്നും ജപ്പാനീസ് പടയാളി എന്നൊരു പ്രസിദ്ധീകരണവും അദ്ദേഹം തുടങ്ങിയിരുന്നു. ആ കാലങ്ങളിൽ തന്റെ സ്വന്തം നാട്ടിൽ ആരംഭം കുറിച്ചതിനു ശേഷം രണ്ടാമതായി ഒരു അമലോത്ഭവ നഗരം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനായി
1932 അദ്ദേഹം കേരളത്തിൽ വരികയും അന്ന് എറണാകുളം മെത്രാപ്പോലിത്തയായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവുമായും സത്യദീപം പത്രാധിപരായിരുന്ന ഫാദർ ജോസഫ് നെടുവത്തുശ്ശേരിയുമായും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ആലുവയിൽ ആവശ്യമായ സ്ഥലം നൽകാമെന്ന് പിതാവ് സമ്മതിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ല. തുടർന്ന് നാഗസാക്കിയുടെ സമീപ പ്രദേശത്ത് അമലോത്ഭവയുടെ പൂന്തോട്ടം എന്ന പേരിൽ ആശ്രമം തുടങ്ങുകയും പിന്നീട് ദേവാലയവും മൈനർ സെമിനാരിയും പണിയുകയും അച്ചടിശാല സ്ഥാപിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങളിലെ പ്രേക്ഷിത യാത്രയ്ക്ക് ശേഷം 1936 ഫാദർ മാക്സിമില്യൻ പോളണ്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും രോഗവും കഠിനാധ്വാനവും നിമിത്തം അദ്ദേഹം ഒരു പടുവൃദ്ധനെ പോലെ കാണപ്പെട്ടിരുന്നു. തുടർന്ന് അധികാരികളുടെ നിർദ്ദേശാനുസരണം പോളണ്ടിലെ പ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കഴിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവോടെ അമലോത്ഭവ നഗരത്തിലെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായി മുന്നേറി. ദ ലിറ്റിൽ ഡെയിലി എന്ന പേരിൽ ഒരു പത്രവും പ്രസിദ്ധീകരണം ആരംഭിച്ചു. കൂടാതെ 1939 ഒരു റേഡിയോ നിലയം ആരംഭിക്കുവാനും അദ്ദേഹത്തിനായി. അറിവിനും അധ്വാനത്തിനുമൊപ്പം അടിയുറച്ച ആത്മീയ ബോധ്യങ്ങളുമായിരുന്നു ഫാദർ മാക്സിമില്യൻ്റെ പ്രവർത്തന വിജയങ്ങളുടെ അടിസ്ഥാനം. അമലോത്ഭവ നഗറിലെ അന്തേവാസികളും അദ്ദേഹത്തിനൊപ്പം പതിവായുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥ സഹായം തേടിയുള്ള കൃത്യസമയങ്ങളിലുള്ള പ്രാർത്ഥന അവർ ഒരിക്കലും ഒഴിവാക്കുമായിരുന്നില്ല. 1939 അമലോത്ഭവ നഗരത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് പോളണ്ടിന് നേരെയുള്ള ഹിറ്റ്ലറിൻ്റെ ആക്രമണമുണ്ടായത്. ആ വർഷം സെപ്റ്റംബർ 19 അമലോത്ഭവ നഗരം പട്ടാളം കയ്യേറി. തുടർന്ന് അവരെ കാത്തിരുന്ന തടവറയിലെ ദുരന്തപൂർണമായ നാളുകളിൽ ഫാദർ കോൾബെയുടെ നേതൃത്വത്തിൽ ആശ്രമവാസികളെല്ലാം പ്രാർത്ഥനയിൽ മുഴുകി. ഏറെ കഴിയുന്നതിനു മുൻപ് തന്നെ അവരെ വിട്ടയച്ചെങ്കിലും 1941 പോളണ്ടിലെ നേതാക്കളെയും സഭാധികാരികളെയും ഉന്മൂലനം ചെയ്യുവാൻ ഹിറ്റ്ലർ തീരുമാനിച്ചതിനു പിന്നാലെ ഫെബ്രുവരി 17 ഫാദർ മാക്സിമിലിനെയും മറ്റ് 4 വൈദികരെയും പട്ടാളക്കാർ വീണ്ടും തടവിലാക്കി. ജയിലിലടയ്ക്കപ്പെട്ട അദ്ദേഹത്തെയും കൂട്ടരെയും കാത്തിരുന്നത് ക്രൂരമായ മർദ്ദനങ്ങളുടെ പരമ്പരകളായിരുന്നു. 1941 ജൂലൈ 28 തടവറയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടതിനു പകരമായി 10 പേരെ പട്ടിണിക്കിട്ടു കൊല്ലുവാൻ ജയിൽ അധികൃതർ തീരുമാനിച്ചു. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിലും 10 പേരിൽ ഒരാളായിരുന്ന ഗയോണി ഷെക്ക് എന്ന വ്യക്തിക്ക് പകരക്കാരനായി ഫാദർ മാക്സിമില്യൻ സ്വമേധയാ മരണം തെരഞ്ഞെടുക്കുകയായിരുന്നു. പട്ടിണി കിടന്ന 10 പേരിൽ 5 പേർ 15 ദിവസമായപ്പോൾ മരണത്തിന് കീഴടങ്ങിയെങ്കിലും ഫാദർ മാക്സിമില്യൻ ഉൾപ്പെടെ 5 പേർ അവശേഷിച്ചതിനാൽ അവരെ വിഷം കുത്തിവെച്ചു കൊല്ലുവാൻ ജയിലധികൃതർ തീരുമാനിച്ചു. അങ്ങനെ 1941 ആഗസ്റ്റ് 14 തൻ്റെ 47-ാം വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. പിറ്റേ ദിവസം ജയിലധികൃതർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തീച്ചൂളയിൽ ദഹിപ്പിച്ചു. 1971 ഒക്ടോബർ 17 പോൾ 6 പാപ്പ ഫാദർ മാക്സിമില്യൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായും 1982 ഒക്ടോബർ 10 ജോൺ ബോൾ 2 പാപ്പ അദ്ദേഹത്തെ രക്തസാക്ഷിയായ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ദിവ്യകാരുണ്യത്തിൻ്റെ സന്ദേശം ആദ്യന്തം ജീവിതത്തിൽ പകർത്തിയ തീഷ്ണമതിയായ വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. ജീവിതകാലത്തുടനീളം കുരിശിലെ സഹനം ഹൃദയത്തോട് ചേർത്തുവയ്ക്കുകയും
ഒടുവിൽ മരണം വരെ ക്രൂശിതനെ പുണർന്ന് സ്വർഗരാജ്യം കരസ്ഥമാക്കുകയും ചെയ്ത ഈ വിശുദ്ധന്റെ മാതൃക നാം ഏവരുടെയും ജീവിതത്തിൽ പ്രചോദനമേകട്ടെ. സത്യത്തിനു വേണ്ടി പോരാടുന്നവരുടെയും മാധ്യമപ്രവർത്തകരുടെയും സ്വർഗീയ മധ്യസ്ഥനായ ഈ വിശുദ്ധനിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.